ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം കേട്ട് അത് സ്വീകരിച്ച ആയിരക്കണക്കിന് ദൈവമക്കളിൽ വചനത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചതിനെക്കുറിച്ച് അനേക രാജ്യങ്ങളിൽ നിന്ന് അച്ഛൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജോസഫ്, ഭാര്യ സുനി. എനിക്ക് ബിസിനസ്സാണ് എൻ്റെ പ്രധാന കർമ്മരംഗം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. പല ചികിത്സകളും നടത്തിയിരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, പച്ചമരുന്ന്, ഇങ്ങനെ പലതും. ഒരു ഫലവും കണ്ടില്ല. പിന്നീട് ഞങ്ങൾ ചികിത്സ നിർത്തി ധ്യാനവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഫെബ്രുവരിയിൽ ടെലിവിഷനിൽ വിടുതലിൻ്റെ വചനം കേട്ടത്. അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വിടുതൽ ശുശ്രൂഷയിലും പങ്കുചേർന്നു. ധ്യാന ക്ലാസ്സിൽ വെച്ച് അച്ഛൻ പറഞ്ഞു, ദശാംശം കൊടുക്കാതിരിക്കുന്നത് അത് പാപമാണെന്നും ദൈവത്തെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്നും അച്ഛൻ പറഞ്ഞു. മലാക്കി 3:8 ഉദ്ധരിച്ച് എൻ്റെ ഹൃദയത്തിൽ ആ വചനം പതിഞ്ഞു. അതുപോലെ തന്നെ ബീഡി, സിഗരറ്റ്, മറ്റു ലഹരി വസ്തുക്കൾ ഇവ വിൽപ്പന നടത്തുന്നത് പാപമാണെന്നും വചനത്തിലൂടെ അച്ഛൻ പറഞ്ഞു. അതും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സായിരുന്നു ബീഡി, സിഗരറ്റ് ഇവയുടെ കച്ചവടം. ഞാൻ വചനം കേട്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ആ വചനപ്രകാരം എൻ്റെ കടയിൽ നിന്ന് ബീഡി, സിഗരറ്റ്, ലഹരി വസ്തുക്കൾ, പാൻപരാഗ്, ഹാൻസ് ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും പരിപൂർണമായി എടുത്തു മാറ്റി. അതുപോലെ തന്നെ ആ മാസം തൊട്ട് ദശാംശം കൊടുക്കുവാനും ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോയി. 2008 ഡിസംബറിൽ എൻ്റെ ഭാര്യ ഗർഭിണിയായി. യാതൊരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ അവൾ പ്രസവിച്ചു. ഇന്ന് ഞങ്ങൾ കുടുംബസഹിതം പാപമപേക്ഷിച്ച് ദൈവവചനം കേൾക്കുന്ന ആനന്ദിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവവചനം വഴി വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലിരുന്ന് അദ്ദേഹം വചനം കേട്ടപ്പോൾ ദശാംശം കൊടുക്കാതിരിക്കുന്നത് പാപമാണെന്നും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് വലിയ തെറ്റാണെന്നും വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ കുടുംബത്തിന് വെളിപ്പെടുത്തി. ആ വചനം അവർ സ്വീകരിച്ചു. അതുപോലെ അവരുടെ കുടുംബത്തിൽ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി. അവരുടെ കുടുംബത്തിൽ ദൈവം ഒരു മക്കളെ നൽകി അനുഗ്രഹിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നതിന് ഗുണമുണ്ട്. വചനം കേൾക്കുന്നത് കുടുംബത്തിന് വിടുതൽ വരുത്തും. വചനം കേൾക്കുന്നത് വഴി ദൈവത്തിൻ്റെ ശക്തി കുടുംബത്തിലേക്ക് നിറയുമെന്ന് തിരുലിഖിതം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് സങ്കീർത്തനം 29:4. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതത്തിൻ്റെ ശക്തി ഈ മണിക്കൂറിൽ ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുലിഖിതം. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വീട്ടിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ഭോഷന്മാർ തങ്ങൾ പാപമാണ് ചെയ്യുന്നത് എന്നവർ അറിയുന്നില്ല. ഓ ദൈവമേ, വചനം അറിയാത്തവര്, വചനം കേൾക്കാത്തവര് പാപത്തിൽ മുഴുകുമ്പോഴും ഞങ്ങൾ പാപമാണ് ചെയ്യുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ലല്ലോ. വചനമാണല്ലോ തിരിച്ചറിവ് നൽകുന്നത്. വചനമാണല്ലോ നിത്യജീവനിലേക്ക് ഉയർത്തുന്നത്. ഓ വചനത്തിന്റെ അത്ഭുത അഭിഷേകം ഈ മണിക്കൂറിൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോസിയയുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം തിരുലിഖിതം. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും
അവന് അപരിചിതമായി തോന്നുമായിരുന്നു. ഓ ദൈവമേ, വചനം കേൾക്കുവാൻ ഉത്സാഹമില്ലാതെ നടക്കുന്നവരെ കുറിച്ചുള്ള അങ്ങയുടെ വേദനയാണല്ലോ അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അപരിചിതമായി തോന്നുമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വചനം ശ്രവിക്കാൻ ഉത്സാഹിക്കാഞ്ഞതിനോർത്ത് ദൈവമേ മാപ്പ് ചോദിക്കുന്നു. ഈ നിമിഷങ്ങളിൽ വചനത്തിന്റെ ഉറവകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വചനം കേൾക്കുമ്പോൾ ക്ഷീണം, മടുപ്പ്, ഉറക്കം, രോഗപീഠകൾ ഇവ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോവട്ടെ. യേശുവേ, ആരാധന, ആരാധന. ദൈവവചനം കേൾക്കുമ്പോൾ എതിർ ചിന്ത, അവിശ്വാസ ചിന്ത, ദുർചിന്ത, ദുർബുദ്ധി, ദുർപീഠകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളിൽ ദൈവമക്കളെ ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ ദുരാത്മ പീഠകളും യേശു നാമത്തിൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 29:4. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഇന്ന് അനേകം ദൈവമക്കൾക്ക് പരിജ്ഞാനമില്ലാത്ത ഒരു സംഗതിയാണ് ദൈവമായ കർത്താവ് നമുക്കായി നൽകിയിരിക്കുന്ന ഈ എഴുതപ്പെട്ട വചനങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളിലേക്കും ഈ എഴുതപ്പെട്ട വചനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത് കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നുണ്ട് എന്നുള്ളത് അനേകം ക്രിസ്ത്യാനികൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ, ഈ എഴുതപ്പെട്ട വചനങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ബിസിനസ് മേഖലകളിൽ, രോഗപീഠകളിൽ, തടസ്സങ്ങളിൽ, കടബാധ്യതകളിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയമെന്ന് അനേകം ക്രിസ്ത്യാനികൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. ദൈവം ഇതിനെക്കുറിച്ച് തിരുലിഖിതങ്ങൾ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഈ അനുഭവമുള്ള ആയിരക്കണക്കിന് ദൈവമക്കളെ നമുക്ക് ചുറ്റും കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഇവര് വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളില്ലാതെ ക്ലേശിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബെയ്സി റെജി. ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും കുഞ്ഞ് ജനിക്കാതെ വന്നപ്പോൾ മാനസികമായി വളരെ തളർന്നു, വളരെ ക്ലേശമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈൻ വഴി അട്ടപ്പാടിയിൽ നിന്നുള്ള വചന ശുശ്രൂഷ ലഭിക്കും എന്ന് അറിഞ്ഞത്. അങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ 2009 ഒരു ധ്യാനം കൂടി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു. 2009 ഫെബ്രുവരിയിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ദുഃഖമകറ്റി ദൈവം സന്തോഷം കൊണ്ട് നിറച്ചു. 2009 ജനുവരിയിൽ ഇവർ ധ്യാനം കൂടി. 2009 ഫെബ്രുവരിയിൽ ഇവർ പ്രഗ്നൻ്റായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 വർഷം എത്രയോ ചികിത്സാ വിധികൾ ചെയ്തു, എത്രയോ തരത്തിലുള്ള വഴികളിലൂടെ അതിനുള്ള പരിഹാരം അവർ അന്വേഷിച്ചു. എന്നാൽ ആ ചികിത്സാ വിധികൾ ഫലിക്കാതിരുന്നപ്പോൾ, അവരുടേതായ കുറുക്കു വഴികളൊന്നും ഫലിക്കാതിരുന്നപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവർ കേട്ടു. വചനം കേട്ട് പിറ്റേ മാസം തന്നെ അവരുടെ ആ തടസ്സത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം വ്യാപരിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്കായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 വചനം പഠിപ്പിക്കുന്നു. കർത്താവേ, മരുന്നോ ലേപനാഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവേ, മരുന്നോ ലേപനാഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം രോഗപീഡിതമായ കോശങ്ങളിലേക്ക്, നിർജീവമായ കോശങ്ങളിലേക്ക്, നിർജീവമായ ശരീരഭാഗങ്ങളിലേക്ക് പ്രവേശിച്ച് അവിടെ ജീവൻ നൽകുന്ന ദൈവശക്തിയാണെന്ന് തിരുലിഖിതം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിന്റെ ശക്തിയെ കുറച്ച് കാണുന്ന ഒരു രീതി കർത്താവ് അംഗീകരിക്കുന്നില്ല. റോമാലേഖനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവത്തിന്റെ അപ്പോസ്തലൻ ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തിയൊരു ഭാഗമുണ്ട്. റോമ 9:6 പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. റോമ 9:6, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വചനം കേട്ടപ്പോൾ അവരുടെ പ്രശ്നത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങിയ അനുഭവമാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. ഞങ്ങൾ ടെലിവിഷനിൽ സ്ഥിരമായി വചനം കേൾക്കുന്ന ഒരു കുടുംബമാണ്. വചനം കേട്ടപ്പോൾ എൻ്റെ മകൻ്റെ രോഗത്തിലേക്ക് ദൈവശക്തി ഒഴുകിയ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നത്. എൻ്റെ മകൻ രാജു, അവൻ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. ഡ്രൈവറായിട്ടാണ് അവൻ്റെ ജോലി. പൈൽസ് രോഗം അവൻ്റെ ജീവിതത്തിൽ അലട്ടാൻ തുടങ്ങി. രോഗം ദിനം പ്രതിയെന്നോണം മൂർച്ഛിച്ചു. 3 വർഷം തുടർച്ചയായി ചികിത്സിച്ചു. യാതൊരു കുറവും ഉണ്ടായില്ല. അമിതമായി രക്തം പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ വൃക്കയിൽ കല്ലുമുണ്ടെന്നറിഞ്ഞു. വേദന അസഹ്യമായി. പൈൽസ് രോഗത്തിൻ്റെ ശക്തിയും വേദനയും കൂടി വന്നു. ഒപ്പം സന്ധിവാദവും തുടങ്ങി. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം പരമാവധി പരിശ്രമിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഹൃദ്രോഗമുള്ള എന്നെ ചികിത്സിക്കുന്നതോടൊപ്പം അവനും തുടർച്ചയായി ചികിത്സ വേണ്ടി വന്നപ്പോൾ സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബം തകർന്നു. മകന് ജോലി ചെയ്യാൻ പോകാൻ പറ്റാതെയായി. ഇനി ദൈവത്തിന് മാത്രമേ ഞങ്ങൾ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന സ്ഥിതിയിലെത്തി. ഞങ്ങൾ തുടർച്ചയായി ടെലിവിഷനിൽ വചനം കേൾക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒരു ദിവസം ടെലിവിഷനിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുമിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിനെ നാമം വിളിക്കുകയും കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് യാതൊരു ചികിത്സകളും ഇല്ലാതിരിക്കെ എൻ്റെ മകൻ്റെ പൈൽസ് രോഗം പരിപൂർണമായും അപ്രത്യക്ഷമായി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകന് പൈൽസ് രോഗത്തിന് വേണ്ടി ഡോക്ടറെ കാണേണ്ടി വരികയോ ചികിത്സയ്ക്ക് പോകേണ്ടി വരികയോ ഒരു 5 പൈസ ചെലവഴിക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല. യേശുവിൻ്റെ ജീവിക്കുന്ന വചനത്തിന് ഞാനിന്നൊരു സാക്ഷിയായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ പൈൽസ് രോഗ നിമിത്തം ക്ലേശിക്കുകയാണ്. എന്നാൽ കുടുംബം വിശ്വാസത്തോടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് ടെലിവിഷനിൽ വചനം കേട്ടപ്പോൾ ചികിത്സ കൊണ്ട് ഒരു വ്യത്യാസമില്ലാതിരുന്ന ആ രോഗത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചു. പ്രഭാഷകൻ 42:15, ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശം എന്തുമാകട്ടെ, ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലം എന്തുമാകട്ടെ, ഞാനും നിങ്ങൾ അനുഭവിച്ചു തീർന്ന ദുരിതം എന്തുമാകട്ടെ, കർത്താവിൻ്റെ വചനമയച്ച് അവിടുന്ന് നമ്മളെ വിടുവിക്കുമെന്ന് ദൈവവചനത്തിൽ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി തന്നിട്ടില്ലേ? 107-ാം സങ്കീർത്തനത്തിൽ 20-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വിനാശത്തിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന് ഒന്നിനു പുറകെ ഒന്നായ അനർത്ഥങ്ങൾ വന്ന് ഈ ലോകത്തിൽ ഇനി രക്ഷയില്ല എന്ന വിധത്തിൽ തകരുമ്പോൾ വിനാശത്തിൻ്റെ പിടിയിലിരിക്കുന്നവരെ ദൈവം തൻ്റെ വചനത്തെ അയച്ച് കെട്ടുകളഴിച്ച് വിടുവിക്കുന്നുവെന്ന് 107-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള എരുമമുണ്ട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ പേര് സാറാമ്മ, വയസ്സ് 69. ഞാൻ സ്ഥിരമായി ടെലിവിഷനിൽ ദൈവവചനം കേൾക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഏതാണ്ട് 4 വർഷത്തോളമായി രാത്രിയും പകലും അല്പം പോലും ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഞാൻ. ശരീരത്തിന് ആരോഗ്യമില്ലാതെ വിറയലും കൂടി ആരംഭിച്ചു. ഉറക്ക ഗുളികയുടെ സഹായത്താൽ 1-2 മണിക്കൂർ ഒരു രാത്രി ഉറങ്ങും, പിന്നെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കും. ടെലിവിഷനിൽ പലരുടെയും അനുഭവ സാക്ഷ്യങ്ങൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ഉറക്കം തിരിച്ചു കിട്ടിയാൽ ഞാൻ യേശുവിന് സാക്ഷ്യം വഹിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ
ഒരു ദിവസം ടെലിവിഷനിൽ വചന ശുശ്രൂഷയുടെ സമയത്ത് രോഗമുള്ളവരെല്ലാം ഇപ്പോൾ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സ്തുതിപ്പിൻ്റെ സമയത്ത് യേശുവേ എന്ന് വിളിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ രാത്രി മുതൽ എൻ്റെ ദൈവം എനിക്ക് ഉറക്കം തിരിച്ചു നൽകി. പിന്നെ ഇന്ന് വരെ എനിക്ക് ഉറക്കത്തിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല ഉറക്കം എനിക്ക് രാത്രിയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ യേശുവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഈ അമ്മച്ചിയുടെ കത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് അമ്മച്ചി എഴുതിയിരിക്കുന്നതാണ്, ഉറക്കം കിട്ടാത്തത് നിമിത്തം ഒരു ദിവസം പോലും ഈ ഭൂമുഖത്ത് ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത സ്ഥിതിയായിരുന്നു. ഈ ജീവിതത്തെക്കാൾ ഭേദം മരിക്കുകയാണ് നല്ലത് എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലേശിച്ച ഈ അമ്മച്ചിയാണ്, 69 വയസ്സുള്ള ഈ അമ്മച്ചി വചനം ടെലിവിഷനിൽ കേട്ടപ്പോൾ വിശ്വാസം ജനിച്ചു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. വചനത്തിൻ്റെ ശക്തി ആ കഠിനമായ ബന്ധനത്തിലേക്ക് പ്രവഹിച്ചു. വചനത്താൽ ദൈവം ആ മകളുടെ കെട്ടുകളഴിച്ച് സൗഖ്യം നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായി നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? സങ്കീർത്തനം 29:4, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു, അത് കാദേശ് മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. ഏത് അവസ്ഥയിലാണോ ഞാനും നിങ്ങളും ഞെരുങ്ങുന്നത്, ഏത് അവസ്ഥയിലാണോ ഞാനും നിങ്ങൾ തകരുന്നത്, ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ച് അവിടെ ദൈവത്തിൻ്റെ ശക്തി ആ ഒരു പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റുന്നു എന്ന് തിരുലിഖിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു പ്രഘോഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു ചെയ്തിരുന്ന കാര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഓരോ കണ്ണുനീരിലേക്കും കുടുംബ സാഹചര്യങ്ങളിലേക്കും ജോലി മേഖലകളുടെ അസ്വസ്ഥതകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. കണ്ണുകളടച്ച് 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഈ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇതാ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, വചനത്തിൻ്റെ അത്ഭുത ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരുപാട് കാലങ്ങളായി കർത്താവേ, തടസ്സങ്ങളിൽ നിന്ന് തടസ്സങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന, ഇനി മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല എന്ന വിധത്തിൽ തകർന്നിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ അങ്ങയുടെ വചനമയച്ച് കെട്ടുകളഴിക്കുന്നു, വിടുവിക്കുന്നു. അത്ഭുത വിടുതൽ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അത് അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ജോഷുവായുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുലിഖിതം. മോശയുടെ പിൻഗാമിയായി വന്ന ജോഷുവ ജീവിതത്തിൽ എപ്പോഴും വിജയിക്കാൻ, അവൻ്റെ പദ്ധതികൾ ഒരെണ്ണം പോലും പരാജിതനാകാതെ എപ്പോഴും വിജയമുണ്ടാകാൻ ദൈവം ജോഷുവായ്ക്ക് പറഞ്ഞു കൊടുത്ത മാർഗമാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം മുതലുള്ളത്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രമിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി യേശുവേ, ജീവിക്കുന്ന വചനത്തിൻ്റെ അത്ഭുത ശക്തിയെ അറിയാൻ തടസ്സമായിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ വിളയാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ എല്ലാ ദുർബോധങ്ങളും ഇപ്പോൾ വിട്ടുപോകാൻ വേണ്ടി ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. രോഗികൾ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ. രോഗപീഠകളുടെ ബന്ധനത്തിൽ കിടന്ന് മനം തകർന്നവർ മനസ്സിൽ യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്വർഗത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ദൈവമേ, വർഷങ്ങളായി തളർന്നു കിടക്കുന്നവർ, എത്ര ചികിത്സ ചെയ്തിട്ട് ഒരു കാര്യവും ഒരു ഫലവുമില്ലാതെ വേദനിക്കുന്നവരും, എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാതെ നിഗൂഢ രോഗത്തിൻ്റെ ബന്ധനത്തിൽ കിടന്ന് ക്ലേശിക്കുന്നവരും, കടബാധിതയെ തകരുന്നവർ, കർത്താവെ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥിനികൾ, ദൈവമേ പലതരത്തിലുള്ള ശത്രുപീഠകളാൽ ദുരിതം അനുഭവിക്കുന്നവരും, മനഃപൂർവ്വം മറ്റുള്ളവർ എതിർക്കുന്ന പ്രതികാര ദാഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വിടുതലിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവമക്കളെയും കുടുംബങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തിയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ ദുർപീഠകളും ദുർഭാരങ്ങളും എല്ലാ തരത്തിലുള്ള അശുദ്ധ ശക്തികളും പൈശാചിക പീഠകളും രോഗബന്ധനങ്ങളും കലഹങ്ങളുടെയും വഴക്കിൻ്റെ അരുവികളും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. എൻ്റെ വീട് കെടുങ്ങൂര്. കുട്ടികൾക്ക് ചലം പോലെ വരില്ല, അതുപോലെ 2 ചെവിയിലും ചലം പോലെ വന്നിട്ട് എനിക്ക് ഭയങ്കര അനർത്ഥമായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി വേറെ സ്കാനിങ് ഒക്കെ ചെയ്യണം. സ്കാനിങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ധ്യാനത്തിന് പോട്ടെ എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമായി. സ്കാനിങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ധ്യാനത്തിന് പോകാം. സ്കാനിങ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടറോട്. ഞാൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അപ്പൊ എൻ്റെ ഇളയമ്മ ധ്യാനത്തിന് ഇവിടെ ചേർത്തിണ്ടായിരുന്നു. ജനുവരി 10-ാം തീയതിക്ക് കള്ളാസ് വന്നു, കാർഡ് വന്നു. അപ്പൊ ഞാൻ ധ്യാനത്തിന് കൂടാനായിട്ട് ഒരുങ്ങി. ആദ്യത്തെ ദിവസം കുളിച്ച്, 2-ാമത്തെ ദിവസം ഞാൻ കുളിച്ചിട്ട് ഞാൻ ഉള്ളിയൊന്നും കഴിച്ചില്ല. കുളിച്ചപ്പോ എനിക്ക് തോന്നി എനിക്കിത് വിട്ടുമാറും, എനിക്ക് പച്ചവെള്ളത്തിലാണ് എനിക്ക് കുളിക്കണം. സാധാരണ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, എനിക്ക് ചൂടുവെള്ളത്തിലാണ് കുളിക്കണം. ചെവി ഇങ്ങനെ ഒലിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കട്ടെ, പച്ചവെള്ളത്തിൽ കുളിച്ച് മാറുവാൻ നോക്കട്ടെ, കർത്താവ് എനിക്ക് മാറ്റി തരുന്നുള്ളൊരു വിശ്വാസത്തിന് ഞാൻ അവിടെ കുളിച്ചു. എനിക്ക് 2 ചവിട്ടിലും മാറി, 2 ചവിട്ടിൽ പൊലിക്കണില്ല, അത് സുഖമായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ചെവിട് ഹല്ലേലൂയ. നിരന്തരമായിട്ട് ചെവിയിലെ പഴുപ്പ് ഒഴുകുന്ന സഹോദരിയെ ദൈവം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ. എൻ്റെ പേര് ഫിലോമിന.
ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ മാലദ്വീപ്സിലൊരു ഇംഗ്ലീഷ് ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇവിടെ വരുന്നതിന് ഇവിടെ കുറേ നാൾ മുമ്പ് എനിക്ക് ഭയങ്കര തലകറക്കമാണ്. അങ്ങോട്ട് വച്ചാൽ ഉടനെ അങ്ങ് കറങ്ങി എനിക്ക് എഴുന്നേക്കാൻ മേല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ ആ തലകറക്കം കംപ്ലീറ്റ് മാറി. തന്നെയല്ല, എനിക്ക് സ്പോണ്ടിലൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് തലയണ വെച്ച് കിടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് തലയണയായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാമെന്ന് കൊണ്ട് വെച്ച് നോക്കിയിട്ട് എനിക്ക് എൻ്റെ പെടലിക്ക് പിന്നെ ഒരു വേദന എനിക്ക് തോന്നില്ല. മറ്റേ 5 മിനിറ്റിന് പോലും എനിക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ കർത്താവ് അത് മാറ്റി തന്നു. പിന്നെ ഈ കൈക്ക് ഈ ഷോൾഡറിന് ഭയങ്കര വേദനയാണ്. ഒരു തേങ്ങ പോലും ചിരണ്ടാൻ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് തേങ്ങ ചിരണ്ടി തരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയി. എൻ്റെ കർത്താവെ ഞാൻ വിളമ്പി കൊടുക്കട്ടെ, എൻ്റെ കൈയുടെ വേദനയൊക്കെ പോട്ടെ. ധ്യാനത്തിനിടയിൽ ശുശ്രൂഷ ചെയ്യാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞ് ഓവയുടെ ഒക്കെ ഉണ്ടെങ്കിലും ഈ സഹോദരി പോയി ധ്യാന കേന്ദ്രത്തിന്റെ ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു ഞാൻ ആ വെയിറ്റുള്ള സാധനം ചോറാണ് കൂടുതലും പ്രാവശ്യം ഞാൻ വിളമ്പാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അത്രയും പേർക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ട് എൻ്റെ കൈക്ക് വേദനയും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. ഈ സ്പോണ്ടിലോസിസിന്റെ അസുഖം എത്ര നാളായിട്ടുണ്ട്? സ്പോണ്ടിലോസിസിന്റെ അസുഖം സ്പോണ്ടിലൈറ്റിസിന്റെ അസുഖം തുടങ്ങി ഒരു 10-15 വർഷത്തിലേറെയായതാണ്. 15 വർഷത്തിലേറെ ഉണ്ടായിരുന്ന രോഗപേടിയാണത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇരുവശങ്ങളിലെയും കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ മാത്രം